വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ് കേട്ടോ. യെസ്, ഏതാ ചാപ്റ്ററിന്റെ പേര്? ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്ററിൽ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഹരിത വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത്? യെസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഭൂപരിഷ്കരണവും ഈ ഹരിത വിപ്ലവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഹരിത വിപ്ലവം എന്നാണ് മിസ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നല്ല വിത്തിനങ്ങൾ അല്ലേ, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ യൂസ് ചെയ്തു, രാസവളങ്ങളും കീടനാശിനികളും യൂസ് ചെയ്തു, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഈ ഹരിത വിപ്ലവം എന്നുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു. ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അതായത് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കിക്കോ. യൂസിങ് ഹൈ യീൽഡിങ് സീഡ്സ്, നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ യൂസ് ചെയ്തു. പെസ്റ്റിസൈഡ്സും ന്യൂ ടെക്നോളജീസ്, രാസവളങ്ങളും കീടനാശിനികളും പുതിയ സാങ്കേതിക വിദ്യകളും. ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ്, അതായത് എന്താണ് കുറഞ്ഞ നിരക്കിൽ വായ്പകളൊക്കെ കാർഷിക മേഖലയിലെ ആൾക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? യെസ്, നമുക്ക് എന്താണ് അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടായിരുന്നു ഈ ഹരിത വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ കൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒന്നുമില്ല, ഭക്ഷ്യധാന്യങ്ങളുടെ എന്താണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതായിരുന്നു ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ ആദ്യഘട്ടം, ഈ ഗ്രീൻ റെവല്യൂഷന്റെ ആദ്യഘട്ടം നമുക്ക് കാണാൻ പറ്റിയത് ഗോതമ്പിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നുണ്ട്. ഗോതമ്പ് വിപ്ലവം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ് മക്കളെ. MS സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ലേ? ഒന്നുമില്ല, നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അതിന്റെ ഫാദർ ആരായിരുന്നു? MS സ്വാമിനാഥൻ ആയിരുന്നു. നമുക്ക് നോക്കാം ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ ബെനിഫിറ്റ്സുകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവുണ്ടായി അല്ലേ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയൂലേ. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ യെസ്, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ കുറഞ്ഞു. ഇതൊക്കെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പോരായ്മകൾ എന്തായിരിക്കാം? യെസ്, നമുക്ക് കൃഷിക്ക് വേണ്ടി അമിതമായി വാട്ടർ യൂസ് ചെയ്യില്ല, ജലം യൂസ് ചെയ്യുന്നതിനോട് ഭൂഗർഭ ജലത്തിന് നമുക്കറിയാം ലിമിറ്റഡ് ആയിട്ടുള്ള ഭൂഗർഭ ജലം നമുക്കുള്ളൂ അല്ലേ. അപ്പൊ അതിങ്ങനെ അമിതമായി യൂസ് ചെയ്തപ്പോൾ ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറഞ്ഞു. ഗ്രൗണ്ട് വാട്ടറിന്റെ അളവ് കുറയാൻ കാരണമായി. അതൊരു ഡീമെറിറ്റ് ആണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മണ്ണിന്റെ ഫലപുഷ്ടത, ഫെർട്ടിലിറ്റിയെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രീൻ റെവല്യൂഷനെ കൊണ്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.